മെലഡി ഇത്തിരി ചോക്ലേറ്റ് ക്യൂ എന്ന് ചോദിച്ചു കഴിഞ്ഞാലേ, അല്ലെങ്കിൽ എന്തുകൊണ്ട് മെലഡി ഇത്ര ചോക്ലേറ്റ് ആയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ഉത്തരമാണ് നമ്മൾ ഈ താഴത്ത് കാണുന്നത്. ചെന്നൈയിൽ നിന്ന് ബൂന്തിലേക്കുള്ള ഒരു ട്രെയിനിൻ്റെ പാസഞ്ചേഴ്സ് ഇരുന്ന് പോകുന്ന അവസ്ഥ. ജനറൽ കമ്പാർട്ട്മെൻ്റ് ആണ്, സ്ഥലപരിമിതികൾ ഒരുപാടുണ്ട്. പോട്ടെ, നമ്മൾ ഇത്തരം ചോദ്യങ്ങൾ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ ചോദിക്കാൻ ആരും നമ്മുടെ ഇന്ത്യ നാട്ടിൽ ഇപ്പം ഇല്ല. പ്രത്യേകിച്ച് ഇന്ത്യ ഭരിക്കുന്ന ഗവൺമെൻറ്റിനോട് ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കാൻ പാടില്ല. പകരം നമ്മൾ എന്ത് ചോദിക്കണം? നമ്മുടെ പ്രധാനമന്ത്രി മെലോണിക്ക് കൊടുത്ത മെലഡി എങ്ങനെയുണ്ട്, അത് ചോക്ലേറ്റ് ആണോ എന്നാണ് നമുക്ക് ചോദിക്കേണ്ടത്. ഇനി അത് പോട്ടെ, മധ്യപ്രദേശിലുള്ള ഈ ഒരു ന്യൂസ് അല്ലെങ്കിൽ ഈ ഒരു വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ? അതായത് മധ്യപ്രദേശിലുള്ള ദോൽഘട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗ്രാമത്തിലെ അവസ്ഥയാണ്. വെള്ളമില്ല, മറ്റ് സംവിധാനങ്ങളൊന്നും അവിടെ ചെയ്തു കൊടുത്തിട്ടില്ല ഇത്രയും കാലങ്ങളായിട്ട്. ചില ആൾക്കാർ താഴത്ത് വന്ന് കമൻറ്റ് ഇടുമായിരിക്കും അല്ലേ, 60 വർഷം ഭരിച്ച കോൺഗ്രസ് എന്ത് ചെയ്ത്? കോൺഗ്രസ് ഒന്നും ചെയ്തിട്ടില്ല, സംഭവിച്ചു. പോട്ടെ, 12 വർഷം നമ്മൾ വിശ്വഗുരുവൊക്കെ ആയതല്ലേ അല്ലേ? നമ്മളെ തോൽപ്പിക്കാൻ ആർക്കെങ്കിലും പറ്റുമോ? നമ്മൾ ഒന്നുമില്ലെങ്കിൽ GDP 3-ാം സ്ഥാനത്ത് എത്തേണ്ടതായിരുന്നു, നമ്മൾ സ്ലിപ്പായി 6-ാം സ്ഥാനത്തോട്ട് പോയെങ്കിലും. ഇതൊക്കെ ആരെങ്കിലും ചോദിക്കാറുണ്ടോ? നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങൾ എവിടെയെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് കോക്രോച്ച് പാർട്ടിയുടെ മാനിഫെസ്റ്റോയിൽ ഒരു പോയിന്റ് വെച്ചിട്ടുണ്ട്, അതായത് മുഖ്യധാരാ മാധ്യമങ്ങളായിട്ടുള്ള ഗോദി മീഡിയകളിലെ യഥാർത്ഥ ആങ്കേഴ്സിനെ ഒന്ന് നമ്മൾ ഇത് ചെയ്യണം, അതായത് അവരെ സെർച്ച് ചെയ്യണം, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ബാങ്ക് അക്കൗണ്ടുകൾ നമ്മൾ നോക്കണം, അതല്ലെങ്കിൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള മാധ്യമങ്ങൾ മുന്നോട്ട് വരണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ചോദിക്കാൻ പറയാനുള്ള കാരണം എന്തുകൊണ്ടാണ്? ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മുടെ ഇന്ത്യയിൽ നടക്കുന്നതുകൊണ്ടാണ്. ഇത് പുറത്തോട്ട് വരുന്നില്ല. കാരണം നമ്മളെ പുറത്തോട്ട് വരുന്ന ഗോദി മീഡിയകൾ പുറത്തോട്ട് പടച്ചു വിടുന്നത് ചോക്ലേറ്റ് കൊടുത്ത പ്രധാനമന്ത്രിനെയും ചോക്ലേറ്റ് എന്ന് പറയുന്ന ഇറ്റാലിയൻ പ്രധാനമന്ത്രിനെയും അവരുടെ മധുവിധുമൊക്കെ നമ്മളിങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ എല്ലാ മാധ്യമങ്ങളും. അപ്പോൾ ചിന്തിക്കുക, എന്തുകൊണ്ടാണ് കോക്രോച്ചുകൾ വളർന്നു വരുന്നത്? ഇങ്ങനത്തെ പല ചോദ്യങ്ങളുമായിട്ടാണ് കോക്രോച്ചുകൾ വളർന്നു വന്നിട്ടുള്ളത്. ഇങ്ങനെ ഒന്നല്ല, ഇങ്ങനെ ദിവസവും നമ്മുടെ ഇന്ത്യയിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ആയിരക്കണക്കിൽ വാർത്തകളും ചിത്രങ്ങളും ഒക്കെ പുറത്തോട്ട് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മെലോഡി എന്തുകൊണ്ടാണ് ഇത്ര ചോക്ലേറ്റ് ആയത്? കാരണം ഇന്ത്യയിൽ യഥാർത്ഥത്തിൽ നടക്കുന്നത് ഇതൊക്കെയാണ്. അപ്പം ഇത് മറച്ചു വെക്കണമെങ്കിൽ മെലോഡിയിലെ ചോക്ലേറ്റിൻ്റെ കണ്ടൻറ്റ് അത് പുറത്തു വന്നേ പറ്റുള്ളൂ. കഷ്ടം.